കുട്ടിയുടെ പേരെന്താ? എന്തൊരു കാര്യം നമ്മളാ വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന സമയത്ത് മറ്റേ ക്ലൗഡും ഇവനും ട്യൂബൊക്കെ ആയിട്ട് നമ്മളിപ്പോ മറ്റേ ഇത് പറഞ്ഞില്ലേ? നമുക്കിതൊന്ന് പിടിച്ചു വെക്കാലോ. പിടിക്കാം ബാബാ. വളരെ ഇന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ സെറ്റ് സംഭവം പറയടാ, നീ സംഭവം പറയാ. എടാ അതായത് പണ്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ചത്ത മരച്ച് കിടന്ന സമയത്ത് എന്നെ വന്ന് പൊക്കി. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കൊള്ളാം, കുട്ടിയുടെ വൈബ് കൊള്ളാം, അങ്ങനെ സംസാരിച്ച് കുട്ടി പോയി. അപ്പൊ അന്ന് ആ കുട്ടിയോട് ചെറിയ കഷ്ടപ്പെട്ട് ഞാനും മറ്റേ CID-യിലെ ദാമോദർ സിംഗ് കൂടെ നമ്മൾ അന്ന് സിറ്റിയിലെ മികച്ച ഫോട്ടോഗ്രാഫേഴ്സ് ആണ് നമ്മളന്ന്. അപ്പൊ നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കും, നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ക്ലയന്റ് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പം ഞങ്ങൾ MG-യില് പോയ സമയത്ത് ഒരു കുട്ടി, വേറൊരു കുട്ടി, ഒരു പർപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കുട്ടി ഇരിക്കുന്നു. കുട്ടിയെടുത്ത് ഞങ്ങൾ ചെന്നിട്ട് ഹലോ കുട്ടി കൊള്ളാലോ കുട്ടി, യു ലുക്സ് ലൈക്ക് മോഡൽ, ഫോട്ടോഷൂട്ടിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു പിന്നെന്താ പോവാലോ എന്ന്. കുട്ടി നമ്മുടെ കൂടെ വണ്ടി കയറി. കുട്ടിയെടുത്ത് പരിചയപ്പെട്ട് കുട്ടിയെടുത്ത് പേരെന്താന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു ചെയ്യുന്നത്. ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയത്. പണ്ട് എന്നെ പിടിച്ചു വെച്ച അമ്മക്ക് റിവൈവ് ചെയ്താ എനിക്ക് ക്രഷ് അടിച്ച് ചെയ്യുമ്പോ ഈ കുട്ടിയായിരുന്നു എന്നുള്ളത്. എന്റെ ഹലോ, പേരെന്താ? കേട്ടില്ല. പുതിയതാണോ? പുതിയതല്ല, പണ്ടുണ്ടായിരുന്നു. കുറച്ചുനാള് ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോഴാണ്. ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. അറിയാവില്ലെന്ന് പറയണേ. ഇളനീർ ഒന്ന് വന്നേ, പിങ്ങി വന്നേ. ഇളനീരോ? അല്ലല്ല, അത് നമ്മുടെ ചുമ്മാ ഫ്രണ്ട്സ് എല്ലാരും വിളിക്കണ പേരാ. നീ വന്നേ. ജയന്, നിനക്ക് ഈ പയ്യനെ അറിയോ? ഈ പയ്യനെ അറിയോ? കണ്ടുപരിചയം കാണത്തില്ല. ഇതാണ് നമ്മുടെ ഇളനീർ. അല്ല, അത് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കണ പേരാണ്. കുട്ടിക്ക് ഇവന് വേണമെങ്കിൽ പേര് പറഞ്ഞു. ബാക്കി ഫുൾ ഫോം കൂടി പറഞ്ഞു. അപ്പൊ അതിനെയാണ് നമ്മൾ ഷോർട്ടൊക്കെ ഇളനീർന്ന് വിളിക്കുന്നത്. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനെപ്പോഴുള്ളവരെ ഇളനീർന്ന് വിളിക്കും. പിന്നെ തെക്ക് ഫ്രണ്ട്സ്. ഇവിടെ EMS വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയോ? ഉണ്ടായിരുന്നല്ലേ. ഒരുപാട് ബോഡീസ് ഒക്കെ പൊക്കിയതല്ലേ, ഓർമ്മ കാണാൻ ചാൻസ് കുറവാ. കേട്ടോ, ഇന്ന് അത് കൊറേ നാൾക്ക് ശേഷം ഇന്നാ വരണേ. അതാ എന്തൊരു നിമിത്തമല്ലേ. അങ്ങനല്ല, കുട്ടീനെ ഇവനെ അറിയാം. കുട്ടി കൊറേ നാൾക്ക് ശേഷം കഴിഞ്ഞ് ഇവന്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നു. പക്ഷെ ഇവന് കുട്ടീനെ അറിയാം. നമ്മളെ എവിടെ വെച്ചാ കണ്ടേന്ന് പറഞ്ഞോളൂ. നമ്മള് ഭയങ്കര ലോങ് ലോസ്റ്റ് ബാക്ക് നമ്മളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പോയപ്പോഴാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഫോട്ടോഷൂട്ടോ? അതെ. ഹഗ്ഗൊന്നും തരണ്ട, കുഴപ്പമില്ല. എന്തിന്?
അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കുട്ടിക്ക്. മിസ് ചെയ്ത്. അല്ലല്ല, ഇനി ഓപ്പർച്യൂണിറ്റി വരും. ഇളനീര് കേനി ഇവിടെ ഉള്ളപ്പോഴെല്ലാം ഇങ്ങനെ ഓരോ പരിപാടീസ് കൊണ്ട് ഞാൻ കുറച്ചാളത്തേക്ക് ലീവിന് വന്നതാ. അപ്പൊ ലീവ് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ഇപ്പൊ വേണമെങ്കിൽ നാളെ പരിപാടി സെറ്റ് ചെയ്യാം. നാളെ നമുക്കൊരു കോൺടാക്ട് വെക്കാൻ തരാം. ആ ഒരു കുട്ടി എന്നൊക്കെ വിചാരിച്ചോണ്ട് അല്ല ചാറ്റൊക്കെ ജെയിൻ ലൊക്കേഷൻ എത്തിട്ടോ. വേറൊരു കാര്യം പറയട്ടെ. വേറൊരു കാര്യമുണ്ട്. ഓടുന്ന ഓട്ടം നോക്കിയേ. എനിക്ക് ഞാൻ ഒരു ചാറ്റിൽ എന്തെങ്കിലും എടുത്ത് ഇങ്ങോട്ടൊക്കെ വിളി വന്നാലും അല്ല നീ ചോദിക്കുമോ ഹലോ ജയനല്ലേ? അതെ ആ ഞാൻ ബിപ്പോപ്പ്. എന്തിയാ മറ്റേ ആളവിടെ? മറ്റേത് അവിടെ ഉണ്ട്. ഒന്ന് എടാ കഴിവേറി ഒറ്റ മൈൻഡ്. എടാ നീ സംസാരിക്കുന്നുണ്ടല്ലേ? അവളെ വെയിറ്റിംഗ്. കത്തിക്കാൻ നോക്കിയത് നടന്നില്ല. സെറ്റായെന്ന്. എന്ത് തെറ്റായെന്ന്? എടീ മെസ്സേജ് നളിയ സെറ്റായെന്ന് ആണല്ലേ. നിഞ്ചയ്ക്ക് സസ് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ആർക്ക്? നിഞ്ചയ്ക്ക് ഓൾറെഡി സസ് ഇറങ്ങി പോണേന് മുമ്പ് കാര്യങ്ങൾ അവൻ ഇറങ്ങി പോണതിന് മുമ്പെങ്കിലും നടത്തുമോ നീക്കി ഇതൊന്ന്? ആരിറങ്ങി? ആ നിഞ്ച അല്ലേ? അപ്പൊ അവരുടെ ഒക്കെ സെറ്റാക്കാം. എന്തായി ഓ ഇവിടെ ഫോർമേഷനിലാണ്. നിഞ്ച വന്നാ നിഞ്ച ഇവിടെ ഉണ്ട്. എന്താ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അതായത് ഉത്തമ നിഞ്ചയുടെ ബർത്ത്ഡേ അല്ല. നിഞ്ചയുടെ ബർത്ത്ഡേ അല്ല. സത്യം. ഒരു കേസ് ബിയറുണ്ട്. നിഞ്ച ജനിച്ചത് പോലും അവനറിയത്തില്ല. നിഞ്ച ജനിച്ചിട്ടേ ഇല്ല. നിനക്കൊരു സന്തോഷായിക്കോട്ടെ ഓർത്ത്. ഏത് പറയാൻ പറ്റില്ല ഇനി വന്നില്ലെങ്കിലും. പ്രതീക്ഷയും കൂടെ സംഭവം ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറയുന്നത്. അത് നെൽസന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് അവന് കാണണം.